2025 UK അതായത് 2025 മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ UK 2025 ഇനി വരുന്ന ഇൻടേക്കുകൾ, അതായത് നമുക്ക് ഏപ്രിൽ മെയ് ഇൻടേക്ക് കഴിഞ്ഞും സെപ്റ്റംബർ ഇൻടേക്കും പിന്നെ ജൂൺ ജൂലൈയിൽ കുറച്ച് ബിസിനസ് കോഴ്സുകളുമാണ് നമുക്ക് അവൈലബിൾ. അതിനുശേഷം നമുക്ക് വരുന്ന മെയിൻ ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്കാണ്, എല്ലാവർക്കും അറിയാം. അതിനുശേഷം നമുക്ക് ജാൻ ഇൻടേക്ക്, ഈ ഒരു ഇൻടേക്കുകളാണ് നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിലോട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ മാർച്ച് 15 തൊട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട് മുന്നോട്ടുള്ള എല്ലാ വർഷത്തെയും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഡ്മിഷൻ പരമായ കാര്യങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. UK പറ്റി ഇപ്പോഴത്തെ സ്റ്റുഡന്റ് വിസയിലെ കറന്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. UK അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ബാച്ചിലേഴ്സ് 3 വർഷത്തെ ഡിഗ്രി കോഴ്സും 2 വർഷത്തെ സ്റ്റേ ബാക്കും. പിന്നീടുള്ളത് മാസ്റ്റേഴ്സ് ആണ്, അത് 1 ഇയർ കോഴ്സും 2 ഇയർ സ്റ്റേ ബാക്കുമാണ്. പിന്നീടുള്ളത് റിസർച്ച് കോഴ്സ് വിത്ത് ഡിപ്പെൻഡന്റ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തെ കോഴ്സും 2 വർഷത്തെ സ്റ്റേ ബാക്കും വിത്ത് ഡിപ്പെൻഡന്റ് ആണ് നമുക്ക് വരുന്നത് റിസർച്ച്. ഈ 3 കോഴ്സുകളാണ് UK സ്റ്റുഡന്റ് വിസ പരമായി വരുന്ന ആൾക്കാർക്ക് നിലവിൽ ഇപ്പോൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നത്. വിസ ലഭിക്കുന്ന കോഴ്സുകൾ, ഈ കോഴ്സുകൾക്ക് 2 വർഷത്തേക്ക് സ്റ്റേ ബാക്ക് 2025 മുഴുവൻ ഇപ്പൊ നിലവിലുള്ള സെപ്റ്റംബർ 2 വരെ എന്താണെങ്കിലും ഗവൺമെന്റ് ഭാഗത്ത് പുതിയ അപ്ഡേറ്റുകൾ വന്നു. കാരണം സെപ്റ്റംബർ 2 ഓഫർ ലെറ്ററുകളും അഡ്മിഷനുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേ ബാക്കിന്റെ കാര്യത്തിൽ ഈ വർഷം സെപ്റ്റംബർ വരെ ഒരു മാറ്റവും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. ഡിപ്പെൻഡന്റ് വിസ നിലവിൽ ഈ മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും ഇല്ല. റിസർച്ച് കോഴ്സുകൾ കൊണ്ട് ആ കോഴ്സുകൾ അത്ര എളുപ്പമല്ല. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനൊക്കെ മിനിമം എലിജിബിലിറ്റി ഒരു എന്താ പറയുക, ഡിഗ്രിക്ക് ഒരു 65% എബോവ് മാർക്കും പ്ലസ് 2 ഒരു 70% എബോവ് മാർക്കും ഉള്ള വ്യക്തികൾ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അല്പം ബുദ്ധിമുട്ടുള്ള കോഴ്സും കാര്യങ്ങളാണ്. മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് 45% കൂടുതൽ മാർക്ക് നിങ്ങളുടെ ഡിഗ്രി കോഴ്സിനും നിങ്ങളുടെ +2 ഒരു 65% മാർക്ക് കൂടുതൽ ഇംഗ്ലീഷിനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡിഗ്രി കോഴ്സുകൾ നേഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് IELTS ആവശ്യമുള്ളതുകൊണ്ട് IELTS ആവശ്യമില്ലാത്തതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കോഴ്സുകൾ UK നമുക്ക് വിത്തൗട്ട് IELTS ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നിങ്ങൾക്ക് അതാണ് ഇത്ര സ്റ്റുഡന്റ് വിസയിലെ എലിജിബിലിറ്റിയുടെ കാര്യത്തിലും PSWന്റെ കാര്യത്തിലും ഉള്ള 2 അപ്ഡേറ്റ്. മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ സാലറി വിസയിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്. അപ്പൊ അതിനകത്ത് 39,000 പൗണ്ടാണ് ഒരു സ്കിൽഡ് ജോബിന് ഒരാൾക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റുഡന്റ് 1 ഇയർ വന്ന് 2 ഇയർ 3rd ഇയറിൽ നിന്ന് 39,000 പൗണ്ട് സാലറിയിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്നും നമ്മൾ പഠിക്കാൻ വരുന്നു, നമുക്ക് പഠിത്തമാണ് നമ്മുടെ മെയിൻ ആവശ്യം എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അത് സാലറി ത്രഷോൾഡ്. പിന്നെ സാലറി ത്രഷോൾഡ് ഇല്ലാത്ത ജോലികൾ ടീച്ചിങ് ഫീൽഡിലില്ല, അതുപോലെ തന്നെ കെയർ ഫീൽഡിലില്ല. ഈ 2 ഫീൽഡിലും ആയിരക്കണക്കിന് വേക്കൻസികളാണ് UK എപ്പോഴും നിലനിൽക്കുന്ന. ഏജന്റുമാരുടെ സഹായമില്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് വിസയിൽ എത്തിക്കാൻ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കൺസൾട്ടൻസി ത്രൂ വരുന്ന ഏതൊരു കുട്ടിക്കും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻസിയുടെ സപ്പോർട്ട് UK എത്തിക്കഴിഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പൊ അത് സ്റ്റുഡന്റ് വിസയുടെ നമ്മൾ ആദ്യം പറഞ്ഞു. നമുക്ക് എന്താ പറയാ, പാർട്ട് ടൈം ജോബാണ് അടുത്തത്. ഫുൾ ടൈം ജോബിനെ പറ്റി നമ്മൾ പറഞ്ഞു, വിസ റൂട്ട്സിനെ പറ്റി പറഞ്ഞു, ഡിപെൻഡന്റ് വിസയെ പറ്റി പറഞ്ഞു, PSWനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, പാർട്ട് ടൈം ജോബിൽ 53 പൗണ്ടിന് വരെ പാർട്ട് ടൈം ജോബ് IT-യിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഞാനിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് പേഴ്സണലായി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53,500 രൂപ നാട്ടിലെ ഒരു മണിക്കൂറിനുള്ള ലഭിക്കുന്ന സ്റ്റുഡന്റ് വിസയിലെത്തിയ വ്യക്തികൾ UK-യിൽ നിലനിൽക്കുമാണ് നമ്മൾ പാർട്ട് ടൈം ഇല്ലാന്ന് പറഞ്ഞ ഘോര പ്രൊഫഷണൽ. അപ്പൊ ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രാജ്യത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്ത്യയിൽ ഒരു ജോലി ചോദിക്കുന്ന ഒരു കടയിൽ ചെന്ന് ചോദിക്കുന്നു. ആ കടയുടെ മാക്സിമം എൻഡ് എറണാകുളം അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ. അതിനപ്പുറത്തേക്കുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ പാർട്ട് ടൈം ജോബോ ഫുൾ ടൈം ജോബോ നാട്ടിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. കാരണം നമ്മുടെ നാട് ഒരു ഡെവലപ്ഡ് കൺട്രി രാജ്യമല്ലാത്തതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളാണ്. പക്ഷെ എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാം ഓൺലൈൻ സിസ്റ്റത്തിൽ മാത്രമാണ് ആപ്ലിക്കേഷനുകൾ. അപ്പൊ ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിന്റെ സാഹചര്യങ്ങളും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സിറ്റുവേഷൻസും പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൺസൾട്ടൻസി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. നിങ്ങളെ അതിനുവേണ്ടി കോൺടാക്ട് നിങ്ങൾക്കുള്ള ഗൈഡ് ലൈൻസ് നമ്മുടെ സ്റ്റുഡൻസിന് വൺസ് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ UK-ലുള്ള ടീം ആ അസിസ്റ്റൻസ് നിങ്ങൾക്ക് തരുന്നതുമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുന്നവരെ നമ്മുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ഫോണുകൾ ഒരിക്കലും ആരും എടുക്കാതിരിക്കത്തില്ല. മാക്സിമം നമുക്ക് പരിചയങ്ങളുള്ള സ്ഥലത്ത് റെഫറൻസ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് ടൈം ജോബിനെ പറ്റി നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ പറയാൻ ആവശ്യങ്ങളുണ്ട്, ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ചാനൽ ഇൻഫോർമേറ്റീവായി തോന്നുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യാം. പിന്നെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളെ പറ്റി വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്